വഖഫ് വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുസ്ലിം ലീഗും ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. വസ്തുതകൾ മറച്ചുവെച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇരുവരും കള്ളപ്രചരണം നടത്തുകയാണ്. ലീഗ് അറിഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങളുടെ കണ്ണിലുള്ള പൊടിയിടിയിലാണ്. പിണറായി വിജയനും ചെയ്തതാണ്, അത് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനോട് ഒന്നേ പറയാനുള്ളൂ, ഭാരതീയ ജനതാ പാർട്ടിക്ക് മുസ്ലിം ലീഗിനോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഈ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ അത് അനുസരിക്കാൻ മുസ്ലിം ലീഗും ബാധ്യസ്ഥരാണ്. കേരള സംസ്ഥാനം നിങ്ങൾ ഭരിക്കുന്ന അല്ല, ഇന്ന് നിങ്ങൾക്ക് ഭരണ പങ്കാളിത്തമുള്ള സംസ്ഥാനമാണ്. പക്ഷേ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് മുസ്ലിം ലീഗ് മറക്കരുത്. മുസ്ലിം ഇതര അംഗങ്ങളെ താൻ നിയമിച്ചിട്ടില്ലെന്നാണ് മുൻ മുഖ്യമന്ത്രി പറയുന്നത്. ഇത് പച്ചക്കള്ളമാണ്. പിണറായി സർക്കാർ തന്നെ പുറത്തിറക്കിയ ഗസറ്റിൽ നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി മുസ്ലിം ഇതര അംഗങ്ങളെ പിന്നീട് നിയമിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വഖഫ് നിയമത്തിലെ സെക്ഷൻ 14 വ്യവസ്ഥകൾ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസാധ്യതകൾ പരിശോധിക്കുക മാത്രമാണ് സർക്കാർ പറഞ്ഞതെന്ന മുസ്ലിം ലീഗിന്റെ വാദവും വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു. മുസ്ലിം ലീഗും CPM-ഉം ചേർന്ന് BJP മുസ്ലിം സമൂഹത്തിനെതിരാണെന്ന തെറ്റായ ധാരണ സൃഷ്ടിക്കാൻ സംഘടിത ശ്രമമാണ് നടത്തുന്നത്. സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ഇവരുടെ ശ്രമമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള നിയമമാണെന്ന തരത്തിൽ വ്യാപകമായ കള്ളപ്രചരണമാണ് നടത്തിയത്. എന്നാൽ കാലം ആ പ്രചരണം പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിച്ചു. ഇന്നുവരെ ഇന്ത്യയിലെ ഒരു മുസ്ലിം പൗരനും CAA പേരിൽ രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടില്ലെന്നും ഷോൺ ജോർജ് പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിയുടെ കാര്യത്തിലും അതേ രീതിയിലുള്ള തെറ്റായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.